വിജയിക്കാനുള്ള മന്ത്രം. ഒരിക്കൽ ഒരു യുവാവ് പെട്ടെന്ന് വിജയിക്കാനുള്ള തന്ത്രവും മന്ത്രവും തേടി ഒരു സൂഫി ഗുരുവിൻ്റെ സങ്കേതത്തിൽ വന്നു. ഗുരു, എനിക്ക് പെട്ടെന്ന് വിജയിക്കണം. സമയം കൂടുതൽ കളയാൻ എനിക്കാവില്ല. അതിനായി ആയുസ് അധികം പാഴാക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. ഒരിക്കൽ ഒരു രാജാവ് തനിച്ച് വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്കിടയിൽ രാജാവ് ഒറ്റപ്പെട്ടു. സമയം രാത്രിയായി. പേടിച്ചരണ്ട രാജാവ് കാട്ടിലെ ഒരു കുന്നിൻ മുകളിൽ കയറി ചുറ്റും നോക്കി. നല്ല ഗ്രാമമോ ആൾതാമസമുള്ള സ്ഥലങ്ങളോ ഉണ്ടോ എന്നറിയാൻ. ഒന്നും കാണാനായില്ല. എന്നാൽ അല്പം ദൂരെ ഒരു വെളിച്ചം കണ്ടു. കുന്നിൽ നിന്നിറങ്ങി രാജാവ് നേരെ ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നടന്നു. നടന്ന് അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു ചെറിയ കുടിലാണെന്ന്. ആ കുടിലിൽ പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിനെ കണ്ട സ്ത്രീ ഇയാൾ ഒരു രാജഭടനാണെന്ന് തെറ്റിദ്ധരിച്ചു. ക്ഷീണിച്ചവശനായ രാജാവിൻ്റെ അവസ്ഥ കണ്ട സ്ത്രീ രാജാവിന് നാവിൽ വെള്ളമൂർന്ന ഭക്ഷണം നൽകി. ഭക്ഷണം നല്ല ചൂടുള്ളതായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജാവ് ഭക്ഷണത്തിൽ ഒന്നടങ്കം കൈയിട്ടു. ദൗർഭാഗ്യവശാൽ എന്ന് പറയാം, രാജാവിൻ്റെ കൈയിന് പൊള്ളലേറ്റു. അതുമാത്രമല്ല, പാത്രത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം പുറത്തേക്കു വീണു. ഇത് കണ്ട വൃദ്ധയായ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളും നമ്മുടെ രാജാവിനെ പോലെ ക്ഷമയില്ലാത്ത ആളാണല്ലോ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്താ, നമ്മുടെ രാജാവ് ക്ഷമയുള്ള ആളല്ലേ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നമ്മുടെ രാജാവിൻ്റെ അത്യാഗ്രഹം കാരണം അദ്ദേഹം ആദ്യം വലിയ രാജ്യങ്ങളെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കാരണം രാജ്യത്തിന് ധാരാളം ഭടന്മാരെ നഷ്ടമാകുന്നുണ്ട്. ഇനി ഞാൻ തന്ന ഭക്ഷണം താങ്കൾ കുറച്ചായി ഒരു ഭാഗത്തു നിന്ന് കഴിച്ചിരുന്നുവെങ്കിൽ കൈ പൊള്ളില്ലായിരുന്നു, പുറത്തേക്ക് പോകില്ലായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളെ കീഴടക്കുകയാണെങ്കിൽ രാജാവിന് അധിക ഭടന്മാരെ നഷ്ടമാവില്ല. മാത്രമല്ല, അംഗബലം കൂട്ടുകയും ചെയ്യാം. ഇത് കേട്ട രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. ഏതു കാര്യത്തിനും ക്ഷമ അനിവാര്യമാണെന്നും തിടുക്കവും അത്യാഗ്രഹവും നഷ്ടമാണ് ഉണ്ടാക്കുകയെന്നും മനസ്സിലായി. സൂഫി ഗുരു കഥ പറഞ്ഞു നിർത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ശീലമാണ് ക്ഷമ. ഒരു വിത്തിട്ടാൽ ഉടൻ ഫലം പ്രതീക്ഷിക്കരുത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കരുതലോടെ ക്ഷമയോടെ പരിപാലിക്കണം. വെള്ളമൊഴിക്കണം, വളമിടണം, വേലിയൊരുക്കണം, കളകളെ നീക്കണം. ഒരു പരിപൂർണ വൃക്ഷമായി തീരുന്നതുവരെ നോട്ടവും നിരീക്ഷണവും ഉണ്ടാവണം.